ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇന്ന് അങ്ങനെ വലിയ രീതിക്ക് എടുത്തു പറയത്തക്ക രീതിക്കുള്ള ഒരു വിഷയമൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഷാനവാസ് ആണ് പുതിയ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഷാനവാസ് ഓരോ ടീമിനെ നിയമിച്ച് അതിൽ കിച്ചൺ ടീമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനീഷ്, ആര്യൻ, ഗസൽ, പിന്നെ ഒരു വധൂരി ഉണ്ടായിരുന്നില്ല, പേരെന്തായിരുന്നു, മറ്റേ നമ്മുടെ അൻവർ. അപ്പൊ ആ ടീമായിരുന്നു. അങ്ങനെ ഒരു ടീം, അതിനപ്പുറത്ത് വേറെ ടീം, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കിച്ചൺ ടീമില് മെയിൻ ആയിട്ടുള്ളത് ഗസയില് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഇവർ കഴിച്ച് നല്ല ഫുഡ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ്. അത് മാത്രമല്ല, കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അനീഷിനാണ് നിർത്തിക്കുന്നത്. ചില സമയത്ത് അനീഷ് തോന്നും ഇയാൾ നല്ലവനാണോ, ചില സമയത്ത് ഇവൻ കെട്ടവനാണോ. അതായത് മാറിക്കൊണ്ട് ചില സമയത്ത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നുണ്ട് ഇത് കറക്റ്റ് ഗെയിം. ചില സമയത്ത് ഇറിറ്റേറ്റിംഗ് ആവുന്നു, ഓവറായിട്ട് തോന്നിക്കുന്നുണ്ട്. എന്തായാലും അയാളെ ഗെയിം അയാൾ അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ഏറ്റവും വലിയ കുരുവിട്ടി എന്ന് പറഞ്ഞാൽ ഇയാൾക്കായിരുന്നു, മറ്റേ ശരത്തിനാണ് കേട്ടോ. ഇവര് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഈ ടീമുണ്ട്, വേറൊരു കുറെ ടീമുകൾ, അനുവും ശരത്ത്, പിന്നെ അഭിലാഷ്, ഒനീല്, അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം അവിടെ വേറൊരു ടീമായിട്ട് അവിടെ നിന്ന് ഓപ്പോസിറ്റ് അവരോട് കുക്ക് ചെയ്യുന്നു. ഇവരിവിടെ ഇരുന്ന് കിടന്നുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ അടുക്കളയിലിരിക്കുന്ന ആപ്പിളും തക്കാളിയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നു. അങ്ങനെ കുറേയേറെ കുത്സിതങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവരിവിടെ കിടന്നിട്ട് അവരെക്കുറിച്ച്, അനീഷിനെ കുറിച്ച് പറയുന്നത് അവൻ ഇച്ചിരി ഓവറാണല്ലേ. ശരത്ത് പറയാം അവൻ ഇച്ചിരി ഓവറാണല്ലോ, അവനങ്ങ് പൊട്ടിച്ചാലോന്നുണ്ട്. സത്യത്തിൽ ശരത്തിന് അനീഷിനെ പിടിച്ചങ്ങ് ഇടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഭയങ്കര ദേഷ്യം അനീഷിനോട്. പിന്നെ അതിനുശേഷം അനീഷ്, അതായത് ഇപ്പൊ വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അടുക്കള ടീമിന് ഇന്നലെ ലാലട്ടം എന്ന് പറഞ്ഞ് അടുക്കള ടീമല്ല ലാലട്ട ഞങ്ങള്, അതായത് ഇപ്പോഴത്തെ പുതിയ ടീമല്ല, പഴയ ടീമിന്. ഒണിയിലും രഞ്ജിത്തൊക്കെ പറഞ്ഞത് അടുക്കള ടീമ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലേ കോണ്ടന്റ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനാ, കുക്ക് ചെയ്യാൻ വേറെ സമയം കിട്ടത്തില്ലെന്ന്. ഇന്നത്തെ ദിവസം ലൈവ് ക്യാമറ ഫുള്ള് ഫോക്കസ് ചെയ്തേക്കുന്ന അടുക്കളയിലോട്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം അടുക്കള എന്നല്ല, അവരവിടെ എന്ത് ചെയ്യുന്നു, അടുക്കളയിൽ അവർ ഫുൾ വൈബായിട്ട് കുക്ക് ചെയ്ത് വിഷയം സംസാരിച്ച്. അൻവറൊക്കെ ഓരോരോ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗസയിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊരു ചിൽ വൈബിലാണ് പോയിക്കൊണ്ട്. അപ്പൊ ഫുൾ ക്യാമറ അങ്ങോട്ട് തന്നെ നോക്കട്ടെ. പിന്നെ അനീഷ് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നതും. അപ്പൊ അതിനർത്ഥം എവിടെ പോയാലും, ഇന്നിപ്പോ അടുക്കള തന്നെ ആണെന്നില്ല, ബാത്റൂം ആണെന്നില്ല, എവിടെ ആണെങ്കിലും അവിടെ ഇരിക്കുന്ന ആൾക്കാർ വൈബാണെന്നുണ്ടെങ്കിൽ ക്യാമറ അങ്ങോട്ട് തിരിക്കും, ആ വിഷ്വൽസ് ആയിരിക്കും പുറത്തു വരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ നോക്കിയാൽ കൂടുതൽ സീനും അടുക്കളയിലുള്ള സീനുകളായിരിക്കും ഉണ്ടാവാൻ സാധ്യത. പിന്നെ അതായിരിക്കും. അപ്പം ശരത്തിന് അത് മനസ്സിലായി. ശരത്ത് നൈസിന് കറങ്ങി തിരിഞ്ഞ് അടുക്കളയിലോട്ട് എല്ലാം നേരത്ത് അനീഷ് പറഞ്ഞ്, എന്താ ശരത്തെ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല, വേണം ഇവിടെ കുറച്ചു നേരം വന്നിരുന്നോളാൻ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇയാളെ അനീഷിന്റെ ഗെയിം കണ്ടറിഞ്ഞ് കളിക്കുന്ന ഒരാളെന്ന് പറയാൻ തോന്നിയിട്ടുള്ള എനിക്ക് ഷാനവാസ് തോന്നിയിട്ടുണ്ട്. ഷാനവാസ് ഒരു നൈസ് ഗെയിം പ്ലേ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ഫുള്ളെല്ലാം തിരിഞ്ഞു മറിഞ്ഞ് അത് ആ മറിഞ്ഞതിനനുസരിച്ച്, അതായത് ലാലട്ടെ ഇന്നലെ ഒന്ന് പറഞ്ഞ് കാര്യം, അനീഷിനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്നലെ ഇത്ര വീട്ടിലുള്ള എല്ലാവരും അയാൾക്കെതിരെ ആണെന്നെങ്കിൽ പോലും ആ വീക്ക്ലി ടാസ്കിൽ ലാലട്ടം വന്ന് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അതായത് അയാളാണ് കറക്റ്റ് ഗെയിം കളിക്കുന്നത്, നിങ്ങളെല്ലാം അയാളങ്ങനെ എന്തിനാ അയാളത്തെ ചെറിയാൻ പോണത് എന്നുവെച്ചാൽ അനീഷിന് ഇന്നലെ യാതൊരുവിധ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിനർത്ഥം അനീഷ് മനസ്സിലായി, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്ത് എനിക്ക് ഒരു പട്ടം വരുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ട് അയാൾ ആ രീതി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അനീഷിന്. സത്യത്തില് അനീഷിന് ഒരാൾക്ക് അടിച്ചിടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അഭിലാഷിനെ പോലെ അല്ലെങ്കിൽ ശരത്തിനെ പോലെയുള്ള സ്ട്രാറ്റജി, അല്ലെ അനുവിനെ പോലുള്ള നാടകം സ്കിറ്റ് ലെവലുള്ള സ്ട്രാറ്റജി ആയിട്ട് പോയിട്ട് കാര്യമില്ല. അയാളെ ലെവലിൽ പോകണ കറക്റ്റായിട്ട് കളിക്കുന്നത് പറയുമ്പോൾ ഷാനവാസാണ് കറക്റ്റ് രീതി അയാളെ കളിയാക്കി പൊക്കോണ്ടിരിക്കുന്ന രീതി. എന്ന് വെച്ചാൽ അയാളോട് ദേഷ്യപ്പെടാനും പോത്തില്ല, അയാൾ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ട് അയാളെ കളിയാക്കി ഊക്കി വിടുന്ന പരിപാടി. അത്തേന്ന് പറഞ്ഞ് പിടിച്ചു പോയി കഴിഞ്ഞാൽ അത് നൈസ് പരിപാടിയാണ്. പിന്നെ ഇതിപ്പം ഈ വീട്ടിലുള്ള ഒന്നേ കൂടുതൽ ആൾക്കാർ, ഇപ്പൊ ഷാനവാസോത്തർ അങ്ങനെ പോകുന്നുള്ളൂ, ഒന്നിലധികം ആൾക്കാർ ഇങ്ങനെ ഇതേ ഷാനവാസിന്റെ സെയിം പരിപാടിയായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇയാള് വീഴും. അനീഷിനെ എന്തായാലും പറയുമ്പോൾ അനീഷ് ഇവന്റെ അടുത്ത് ഇത് പറഞ്ഞാൽ അവന് ട്രിഗർ ആവും. അപ്പോൾ അവനെ ചൊറിയാൻ വരുമെന്ന് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് അനീഷ് അത് പറയും. അത് പറയുമ്പോഴും ഓടി നിന്നിട്ട് കുറഞ്ഞ് സംസാരിക്കും. അപ്പൊ അനീഷ് പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ എതിരേക്കുന്ന നമുക്ക് പിന്നെയും ദേഷ്യം വരും, പിന്നെയും ഒച്ചത്തിൽ കിടന്ന് സംസാരിച്ചു. അപ്പോഴും അനീഷ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനുകളൊക്കെ ക്യാമറ എടുത്തിട്ട് അത് ബിഗ് ബോസിന് വേണ്ടുള്ളത് അടിയും ബേളമല്ലേ. അപ്പൊ അതിനനുസരിച്ച് ബിഗ് ബോസ് ആ സീനൊക്കെ എടുത്ത് എപ്പിസോഡിലും കെട്ട് നാട്ടുകാരെ കാണിക്കും. അത് അനീഷിനും അറിയാം. അപ്പൊ അത് ചെയ്യാതെ ഷാനവാസ് മാത്രമാണ് വേറെ രീതിക്ക് മാറി
ഇയാൾ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ദേഷ്യത്തോടുള്ള പ്രകോപനമല്ല, കളിയാക്കി ഊക്കി വിട്ടുള്ള ഒരു പ്രകോപനമാണ്. കൂടെ നിന്നിട്ട് തട്ടി വിടുന്ന ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയാണ് ഇപ്പൊ നടന്നേക്കുന്നത്. പിന്നെ ഇന്നലത്തെ പ്രൊമോയിൽ പറഞ്ഞ ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുകയാണ്, ഇനി മുതൽ ബിഗ് ബോസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീനൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഒരു ഫുഡൊക്കെ കഴിച്ച് പിന്നെയും പോയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്ന സീനാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.